പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ രാജൻ നെല്ലാട്. ഒരു അഭ്യർത്ഥനയുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഈ വീഡിയോയുമായി വരുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം എന്ന് മാത്രമല്ല, ലോകത്തെ മുഴുവൻ പരിഗണിച്ചാലും ഈ ലോകത്തിലെ നാഗരികതകളുടെ സംസ്കാരത്തിൻ്റെ വികസനത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച അതിലെ മുഖ്യധാരാ ശക്തികളായിരുന്ന ശില്പിവർഗങ്ങളുടെ ചരിത്രം, വിശ്വകർമ്മ സമുദായത്തിൻ്റെ ചരിത്രം ഒരു കാലത്തും കേരളത്തിൽ രേഖപ്പെടുത്തപ്പെടുകയുണ്ടായിട്ടില്ല. വിവിധ സർക്കാർ ഏജൻസികളും വിദേശ മിഷണറിമാരും വിദേശ സഞ്ചാരികളും കേരളത്തിലെ ഔദ്യോഗികവും അല്ലാത്തതുമായ യൂണിവേഴ്സിറ്റി തലത്തിലുള്ള പഠനങ്ങളെല്ലാം കേരളത്തിലെ ജനങ്ങളെക്കുറിച്ചോ ജനവർഗങ്ങളെക്കുറിച്ചോ ജാതികളെക്കുറിച്ചോ അവയുടെ ഉൽപ്പത്തിയെക്കുറിച്ച് എല്ലാം പഠനം നടത്തിയിരുന്നുവെങ്കിലും ശില്പിജാതികളുടെ ചരിത്രം ഒരു മുഖ്യ വിഷയമായി എടുത്ത് അവരുടെ ഉൽപ്പത്തി വികാസ ചരിത്രങ്ങളൊന്നും സംസ്കാരമൊന്നും ഒരിക്കലും രേഖപ്പെടുത്തുകയുണ്ടായിട്ടില്ല. ഇത്തരമൊരു സാഹചര്യത്തിൽ കേരളത്തിലെ ശില്പിവർഗങ്ങളുടെ ഒരു വിപുലമായ ഒരു സമഗ്രമായ ഒരു ചരിത്രം രചിക്കുക എന്ന ഒരു കടമയാണ് ഞങ്ങൾ കുറച്ചുപേർ അഭ്യുദയകാംക്ഷികളായ കുറച്ചുപേർ ഏറ്റെടുത്തിരിക്കുന്നത്. ഇത്തരമൊരു ഉദ്യമത്തിലേക്ക് എല്ലാവിധ സഹായങ്ങളും നൽകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ ഇവിടെ പങ്കുവെക്കുകയാണ്. കേരളത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് വിവിധ വിദേശ മിഷണറിമാർ, വിദേശ സഞ്ചാരികളായ ആളുകൾ ഇവിടുത്തെ ശില്പിവർഗങ്ങളെക്കുറിച്ച് പഠനം നടത്തിയിട്ടുണ്ട് എങ്കിലും വിപുലമായ തരത്തിൽ അത് പ്രചരിക്കപ്പെടുകയോ സാധാരണ ജനങ്ങളിലേക്ക് എത്തുകയോ ചെയ്യുകയുണ്ടായിട്ടില്ല. ഓരോരുത്തരും അവരുടെ മതപരമോ സാമൂഹ്യമായോ ആയ കാര്യങ്ങൾ വെച്ചുകൊണ്ട് അവരുടെ തലത്തിൽ മാത്രമാണ് ഇത്തരം ചരിത്രകൃതികൾ രചിക്കപ്പെട്ടിട്ടുള്ളത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഔദ്യോഗിക ചരിത്രങ്ങളിലൊന്നും യൂണിവേഴ്സിറ്റി പുസ്തകങ്ങളിലൊന്നും ഇത്തരമൊരു പഠനം നടന്നതായിട്ട് നമുക്ക് അറിവില്ല. MG ശശിഭൂഷണെ പോലുള്ള പ്രശസ്തരായ അക്കാദമിക് പണ്ഡിതന്മാർ കേരളത്തിലെ ദാരുശില്പങ്ങളെക്കുറിച്ചും ക്ഷേത്രങ്ങളെക്കുറിച്ചും ക്ഷേത്രശില്പങ്ങളെക്കുറിച്ചും ചുവർ ചിത്രകലകളെക്കുറിച്ചുമൊക്കെ വിപുലമായ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ ഇത്തരം വിവിധ വാസ്തുശില്പങ്ങളുടെയും നിർമ്മിതികളുടെയും പിന്നിൽ പ്രവർത്തിച്ച ശില്പിജാതികളുടെ ചരിത്രം ഒരു കാലത്തും രേഖപ്പെടുത്തുകയുണ്ടായിട്ടില്ല. വിശ്വകർമ്മ സമുദായത്തിലെ അംഗങ്ങളായ ചില ആളുകൾ വിശ്വകർമ്മ ചരിത്രം എന്ന പേരിൽ പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങൾ മിക്കതും തന്നെ വിശ്വബ്രഹ്മപുരാണം, മൂലസ്തംഭ പുരാണം തുടങ്ങിയ സാമുദായിക പുരാണ കഥകളെ മാത്രം അടിസ്ഥാനമാക്കി രചിച്ചിട്ടുള്ളവയാണ്. പ്രധാനമായി നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ശശികുട്ടൻ വാകത്താനം എഴുതിയ കേരള ചരിത്രവും വിശ്വകർമ്മജരും എന്ന ഒരു ചെറിയ പുസ്തകം മാത്രമാണ് വിശ്വകർമ്മജരെക്കുറിച്ച് ചരിത്രപരമായി പഠനം നടത്തുവാനായിട്ട് ശ്രമിച്ചിട്ടുള്ള ഒരേ ഒരു വ്യക്തി. അദ്ദേഹം പോലും വിശ്വകർമ്മജരുടെ സാമൂഹിക സാമ്പത്തിക വിഷയങ്ങൾ മാത്രം സൂചിപ്പിക്കുകയും വിശ്വകർമ്മ സമൂഹങ്ങളുടെ ശില്പിജാതികളുടെ ഉത്ഭവമോ ആചാരാനുഷ്ഠാനങ്ങളോ അവരുടെ പ്രസക്തിയോ ഒന്നും വേണ്ടതുപോലെ അദ്ദേഹത്തിൻ്റെ കൃതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. കേരളത്തിലെ പുസ്തകങ്ങളായിട്ട് ഇറക്കിയിട്ടുള്ള KRC നിലമ്പൂരിനെ പോലുള്ള ആളുകളുടെ കർമാവും കർമ്മജരും എന്ന പുസ്തകം, വിശ്വകർമ്മ കുലദീപിക തുടങ്ങിയിട്ടുള്ള വിശ്വകർമ്മ ദീപം തുടങ്ങിയിട്ടുള്ള പല പുസ്തകങ്ങളും വിശ്വബ്രഹ്മ പുരാണം, മൂലസ്തംഭ പുരാണം തുടങ്ങിയിട്ടുള്ള പുരാണ കഥകളെ ആശ്രയിച്ച് രചിക്കപ്പെട്ടിട്ടുള്ളവയാണ്. അതിനാൽ
ഇതിൽ നിന്ന് വ്യത്യസ്തമായി വിശ്വകർമ്മജരുടെ ഒരു ചരിത്രം പഠിക്കപ്പെടുന്നത് ഇടവ സോമനാഥൻ്റെ ഭാരതീയ വിശ്വകർമ്മജർ എന്ന പുസ്തകമാണ്. എന്നാൽ ഈ പുസ്തകത്തിൽ പോലും കേരളത്തിലെ വിശ്വകർമ്മജരുടെ അഥവാ ശില്പിവർഗങ്ങളുടെ ചരിത്രം പരിശോധിക്കുവാൻ തയ്യാറായിട്ടില്ല. പൊതുവായി ഇന്ത്യയിൽ പുരാണ കഥകളെ അടിസ്ഥാനമാക്കിയും ചില ചരിത്ര നിഗമനങ്ങളെ അടിസ്ഥാനമാക്കിയും ഭാരതീയ വിശ്വകർമ്മജർ മാനവ പരിഷ്കാരത്തിൻ്റെ സൃഷ്ടാക്കളാണെന്ന് സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോഴും കേരളത്തിലെ വിശ്വകർമ്മ വംശജരുടെ ചരിത്രം രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഇത്തരമൊരു സാഹചര്യത്തിൽ കേരളം എന്ന ഈ ഭൂപ്രദേശം പണ്ടുകാലത്ത് 3 വിഭാഗങ്ങളായി തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നിങ്ങനെ തിരിഞ്ഞു നിന്നപ്പോൾ ഓരോ പ്രദേശത്തും ഓരോവിധ ജനവിഭാഗങ്ങളും ഓരോവിധ സംസ്കാരവുമാണ് നിലനിന്നിരുന്നത്. ഇപ്പോൾ വിശ്വകർമ്മജരുടെ അഥവാ ശില്പിജാതികളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഈ ഓരോ പ്രദേശത്തിൻ്റെയും ചരിത്രവും അവിടങ്ങളിൽ താമസമാക്കിയ കുടുംബങ്ങളുടെ ചരിത്രവും നമ്മൾ പഠിക്കപ്പെടേണ്ടതുണ്ട്. ഇത്തരം ഒരു വിശാലമായ ഒരു ദൗത്യത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്ന ഞങ്ങളെ സഹായിക്കുവാൻ ഈ നാട്ടിലെ പ്രബുദ്ധരായ സമുദായ സ്നേഹികൾ മുന്നോട്ട് വരണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പഠനത്തിന് വേണ്ടിയുള്ള സഹായങ്ങൾ എല്ലാവരും നൽകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.